സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു സെയിൽസ് ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ മാസ്റ്റർ മൊഡ്യൂളിൽ വരെ മാസ്റ്ററിൽ നമ്മൾ ലെഡ്ജറിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലെഡ്ജർ ഗ്രൂപ്പിൽ സെലക്ട് ചെയ്തിട്ട് എംപ്ലോയി എന്നുള്ളൊരു ലെഡ്ജർ ഗ്രൂപ്പ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നേച്ചറിൽ പോയിട്ട് നമ്മൾ എക്സ്പെൻസ് എന്നുള്ള നേച്ചറിലായിരിക്കും. അതിനുശേഷം ഇത് ആഡ് ചെയ്യാം. ഇനി അഗൈൻ നമ്മൾ ബാക്കിൽ വന്നിട്ട് നമുക്കിവിടെ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ എംപ്ലോയിൻ്റെ നെയിം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഒരു സെയിൽസ് ഏജൻറ്റിൻ്റെ നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അണ്ടർ എന്നുള്ളതിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ലെഡ്ജർ ഗ്രൂപ്പ് ആഡ് ചെയ്യാം. ഇനിയും ഇതിൽ ആഡ് ഒന്ന് കൊടുക്കാം. സോ ഇത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി അഗെയിൻ ബാക്കിൽ വന്നിട്ട് നമുക്കിവിടെ സെയിൽസ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിൽസ് ഏജൻറ്റിൽ വന്നിട്ട് നമ്മളിവിടെ ആ ഒരു സെയിൽസ് ഏജൻറ്റിൻ്റെ നെയിം ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം ഇത് ലിസ്റ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെയിൽസ് ഏജൻറ്റിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ ലിസ്റ്റ് സെയിൽസ് ഏജൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ട്രാൻസാക്ഷൻസിൽ പോവാം. നമുക്ക് സെയിൽസിൽ പോയിട്ട് ക്വിക്ക് സെയിൽ എടുത്തു. നമ്മൾ കസ്റ്റമറിനെ ഒന്ന് ഇവിടുന്ന് സെർച്ച് ചെയ്തു. ഇതിൽ തന്നെ നമുക്കൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെയിൽസ് ഏജൻറ്റിനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി സെയിൽസ് ഏജൻറ്റിനെ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്തു. നമുക്കിവിടെ പേയ്മെൻറ്റ് ടൈപ്പ് ഏതാണോ അതൊന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ സേവ് ആൻഡ് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സെയിൽസ് ഏജൻറ്റ് അണ്ടറിൽ ഒരു സെയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് റിപ്പോർട്ടിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. നമ്മളിനി റിപ്പോർട്ട്സിൻ്റെ സെക്ഷനിൽ പോയി അതിൽ നമ്മൾ സെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ സെയിൽസ് ഏജൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെയിൽസ് ഏജൻറ്റ് വൈസ് കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ഇവിടെ സെയിൽസ് ഏജൻറ്റിൻ്റെ നെയിം ഇപ്പോൾ ജസീം എന്നുള്ള ഒരാൾ എത്ര ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ റീസെൻ്റ്ലി യാസർ എന്ന് പറഞ്ഞിട്ടുള്ള സെയിൽസ് ഏജൻറ്റ് എത്രയാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ടോട്ടൽ കളക്റ്റഡ് എമൗണ്ട് എത്രയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയാണ് സെയിൽസ് ഏജൻറ്റിൻ്റെ ക്രിയേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് സൈഡും വരുന്നത്.